ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഈ കുഷാക്ക് സ്ക്വാഡ് ആദ്യം ഇറക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നത് നമുക്ക് കൈലാക്കും കുഷാക്കും തമ്മിൽ ഇനി കുറച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കൈലാക്ക് ഓണേഴ്സ് ഒന്നും കുഷാക്ക് എടുക്കാൻ പോകുന്നവർ ചിലപ്പോൾ കൈലാക്ക് എടുത്ത് തിരിച്ചു പോകും, അവർക്ക് അത്രയും വാല്യൂ അതിൽ കാണണമെന്നില്ല എന്നൊക്കെ. അതിനുവേണ്ടി അവർ ചെയ്തിരിക്കുന്ന കുഷാക്കിൻ്റെ ബേസ് മോഡൽ മാക്സിമം വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് കൈലാക്കിൻ്റെ ഏകദേശം ഒരു മിഡിൽ വേരിൻ്റെ ഒക്കെ എടുക്കുന്ന ആൾ കുഷാക്കിലോട്ട് വേണമെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിൽ എത്തണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതവർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബേസ് മോഡലിൻ്റെ റിവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് വേണമെങ്കിൽ ഒരു വാല്യൂ പ്രൊപ്പോസിഷനൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്യാം, കാരണം അത് ആക്ച്വലി വണ്ടി ഡിസേർവ് ചെയ്യുന്നുണ്ട്. ബേസ് മോഡൽ അവർ ഇത്രയും ഫീച്ചേഴ്സ് കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല, ആരും വിചാരിച്ചില്ല, അത് ആദ്യത്തെ കാര്യം. പക്ഷേ നമുക്ക് ബേസ് മോഡൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ള ഏകദേശം കഴിഞ്ഞ 2 മാസം മുന്നേ തന്നെ അറിയായിരുന്നു, കാരണം അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും അവരിതിൻ്റെ ബേസ് മോഡൽ നന്നായിട്ട് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രൈസ് വന്ന സമയത്ത് ഞാൻ 2 ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ ഏകദേശം ഒരു 12 ലക്ഷം രൂപയെങ്കിലും എക്സ്ഷോറൂം പ്രൈസിൽ അവർക്ക് തന്നെ ബേസ് മോഡൽ ഇറക്കാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം നല്ല വാല്യൂ ആയേനെ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം സ്കോഡ ഇനീഷ്യലി 2021 ഈ വണ്ടി ഇറക്കിയ സമയത്ത് 10.49 lakhs ആയിരുന്നു ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഏത് ആ കാലത്ത് അത് നിങ്ങൾ ആലോചിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വന്നപ്പോഴേക്ക്, അതായത് ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നത്. ആൻഡ് ഈ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴും അതിൽ നിന്ന് വലിയ വ്യത്യാസം ഇതിൻ്റെ പ്രൈസിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിൻ്റെ പ്രൈസ് എന്തായാലും ഇപ്പോൾ അവർ ഫുള്ള് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇത് അവർ ഇനീഷ്യലി കാണിച്ച 2026 ജനുവരിയിലായിരുന്നു. 2 മാസം മുന്നെയാണ്, കുറച്ചധികം സമയമായി വണ്ടി കാണിച്ചിട്ട്. ഇത്ര ലേറ്റ് ആയിട്ടാണ് നമുക്കിപ്പോൾ പ്രൈസും കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അവർ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൈസിംഗ് ആണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. അതും ബേസ് മോഡലാണെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വേരിയൻസ് ഒക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ് പ്രൈസിങ്. അത് നമുക്ക് നോക്കാം. എന്തായാലും ഇതിനകത്ത് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. 1.5 TSIയും 1 ലിറ്റർ TSI ഉണ്ട്. പിന്നെ പവർ ട്രെയിൻ ഓപ്ഷൻസ്, ഗിയർ ബോക്സ് ഓപ്ഷൻസ് നമുക്ക് 1 ലിറ്റർ TSIയിൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക്കും 6 സ്പീഡ് മാനുവലാണ് കിട്ടുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് പുതിയ ട്രാൻസ്മിഷനാണ്. 1.5 TSIയിൽ നമുക്ക് ആകെപ്പാടെ 7 സ്പീഡ് DSC ട്രാൻസ്മിഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. പണ്ട് അവർ 6 സ്പീഡ് മാനുവൽ കൊടുത്തിരുന്നു. ഇപ്പം എന്തായാലും അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതധികം ആൾക്കാർ വാങ്ങത്തോണ്ടായിരിക്കും, ഒരു കുറ്റം പറയാനും പറ്റില്ല. ഇനി നമുക്ക് മെയിൻ സംഭവം, അതായത് പ്രൈസിങ്ങിലോട്ട് വരാം. ഇതിൻ്റെ ബേസ് മോഡലായ ക്ലാസിക് പ്ലസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10.69 lakhsൽ നിന്ന് മാത്രമാണ്. ആൻഡ് അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഏകദേശം 2 ലക്ഷം രൂപ എക്സ്പെൻസീവ് ആണ്. 12.69 lakhsലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ബേസ് മോഡൽ ഓട്ടോമാറ്റിക് കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് സ്കോഡ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ വേരിയൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പുതിയ 8 സ്പീഡ് ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക്കിന് 1 lakhൻ്റെ പ്രൈസ് ഡിഫറൻസേ വരുന്നുള്ളൂ. ഇപ്പോൾ സിഗ്നേച്ചർ ആയാലും സ്പോർട്ട് ലൈൻ ആയാലും പ്രസ്റ്റീജ് ആയാലും. പക്ഷേ എന്തായാലും ഇതിൽ ബേസ് മോഡൽ 2 ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ട്. പക്ഷേ കുറച്ച് ഫീച്ചേഴ്സിന് ഡിഫറൻസും വരുന്നുണ്ട്. നമുക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ, ലെതർ റാപ്ഡ് ഗിയർ നോബ്, പിന്നെ LED ഫോഗ് ലാംപ്സ്, പിന്നെ കുറച്ച് 2-3 ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. അതൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ കിട്ടും. അതാണ് അതിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് അല്ല. പക്ഷെ എന്നാലും അതവർ ബേസ് മോഡൽ മാനുവലിൽ കുറച്ചധികം വാല്യൂ ഫോണിയായിട്ട് വെക്കാനല്ല, അതായത് ബേസ് മോഡലിൻ്റെ പ്രൈസ് മാക്സിമം കുറച്ച് കാണിക്കാനാണ് അത്ര അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്തത്. അപ്പോൾ പിന്നെ അവർക്ക് കുറച്ച് ലാഭം കൂടെ വേണമല്ലോ. അതുകൊണ്ടാണ് അതിൻ്റെ ഓട്ടോമാറ്റിക് ഇച്ചിരി കൂടെ ഹയർ സൈഡിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ അതും വലിയ കുഴപ്പമൊന്നുമില്ല പ്രൈസ് പോയിന്റിൽ. ഇനി അതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയത് സിഗ്നേച്ചർ വേരിയൻ്റെ പ്രൈസിംഗ് ആണ്. 14.59 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഏകദേശം 4 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ആ 4 ലക്ഷം രൂപ വേർത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇല്ല. കാരണം നമുക്ക് 10.1 ഇഞ്ചസിൻ്റെ സ്ക്രീൻ ഉണ്ട്, ബേസ് മോഡൽ 7 inch ആണ്. പിന്നെ 8 inches ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട്. ബേസ് മോഡൽ 3.5 inches മറ്റേ സെമി ഡിജിറ്റൽ യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ 16 inch അലോയ് വീൽസ് ഒക്കെ ബേസ് മോഡലുണ്ട്. ക്രൂസ് കൺട്രോൾ ബേസ് മോഡലുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ഓട്ടോമാറ്റിക് AC ബേസ് മോഡൽ വരുന്നുണ്ട്. ഓട്ടോ ഡിമിങ് അയർ വീംസ്, LED ഹെഡ് ലാംപ്സ്, LED ടെയിൽ ലാംപ്സ്, എല്ലാ സാധനങ്ങളും ബേസ് മോഡലുണ്ട്. പക്ഷേ സിഗ്നേച്ചറിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് എക്സ്ട്രാ സംഭവമാണ്. നേരത്തെ പറഞ്ഞാൽ സ്ക്രീനിൻ്റെ കേസ് ഉണ്ട്. പിന്നെ 60-40 സീറ്റ്സ് വരുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ 17 inch അലോയ് വീൽസ് വരും. പക്ഷേ എന്നാലും സിൽവറാണ്. സ്പോർട്ട് ലൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് സെയിം സിൽവർ ഡിസൈനിലുള്ള അതേ പാറ്റേണിൽ തന്നെ ബ്ലാക്ക് വീൽസ് വരും. ഇനി പ്രസ്റ്റീജ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്താണ് നമുക്ക് വേറെ മറ്റേ ഡയമണ്ട് കട്ട് ഫിനിഷുള്ള 17 inch അലോയ്സ് വരുന്നത്. മോണ്ടെ കാർലോ എടുക്കുകയാണെങ്കിലും നമുക്ക് 1 ലിറ്റർ TSIയിൽ വേറെ വീൽസാണ്, 1.5 TSIയിൽ പുതിയ വീൽസാണ്. എല്ലാം 17 inch ആണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു സൈസ് കൊണ്ടുപോയിട്ടില്ല. പിന്നെ അഗൈൻ സ്പോർട്ട് ലൈൻ പ്രസ്റ്റീജ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലും 2 ലക്ഷം രൂപ അടുത്ത് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ബേസ് മോഡലിൻ്റെ പ്രൈസ് കുറയ്ക്കാനായിട്ട് ബാക്കി എല്ലാ വേരിയൻസിലും അത്യാവശ്യം നന്നായിട്ട് പ്രൈസ് കൊണ്ട് കയറ്റി പിടിച്ചിട്ടുണ്ട്. അതാണ് ഒരു ചെറിയ പ്രശ്നം വന്നത്. ഇനി അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇവർക്കിപ്പം കറക്റ്റ് വേരിയൻസിൻ്റെ ഒരു പ്രൈസൊക്കെ നോക്കിയിട്ട് ബേസിൽ അത്രയും ഫീച്ചേഴ്സ് കൊടുത്തു, അവർ നല്ല അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്തു എന്നുള്ളത് അവരുടെ ഒരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ കൈലാക്കിൻ്റെ ഒക്കെ ബേസ് മോഡൽ അവർ നല്ല അഗ്രസീവായിട്ടാണ് ഇനീഷ്യലി പ്രൈസ് ചെയ്തത്. അതുപോലെ ഇനി ഇതങ്ങ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ ബാക്കി വേരിയൻസ് അവർ അതിനനുസരിച്ച് ഇപ്പോൾ സിഗ്നേച്ചർ ആണെങ്കിലും ജസ്റ്റ് 1 ലക്ഷം രൂപ അല്ല 2 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് കൂട്ടിക്കോ, അത്രയും തന്നെ കൊടുത്താലും സംഭവം ഏകദേശം അവർക്ക് കറക്റ്റ് ആയിരിക്കും ഫീച്ചേഴ്സിൻ്റെ കണക്കിൽ നോക്കുമ്പോൾ. പക്ഷേ വലിയ ലാഭം ഉണ്ടാവില്ല. കമ്പനിക്ക് ലാഭം
എന്നാണല്ലോ, അതാണല്ലോ മെയിൻ ഗോൾ. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ ഇങ്ങനെ ഒരു പ്രൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ഓവറോൾ നമ്മളിപ്പോൾ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ ബേസ് മോഡലിൻ്റെ പ്രൈസ് നോക്കാതെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആയിട്ട് നമുക്ക് പറയാം ടോപ്പ് എൻഡിൻ്റെ. ഇനി 1.5 TSI ആകപ്പാടെ നമുക്ക് ടോപ്പ് എൻഡ് പ്രസ്റ്റീജിലും അതുപോലെ മോണ്ടെ കാർലോ 2 വേരിയൻസിലും മാത്രമേ കിട്ടുന്നുള്ളൂ. 18.79 lakhs ആണ് പ്രസ്റ്റീജിൻ്റെ പ്രൈസ് വരുന്നത്. മോണ്ടെ കാർലോ ആണെങ്കിൽ 18.99 lakhs ആണ് പ്രൈസ് വരുന്നത്. 19 lakhs ഈ വണ്ടിയുടെ ടോപ്പ് എൻഡ് പ്രൈസ് അവസാനിക്കും. അത് അത്യാവശ്യം നല്ലൊരു പ്രൈസാണ്. നമ്മളിപ്പം ഈ അടുത്തിറങ്ങുന്ന ഈ സെഗ്മെൻറ്റിലുള്ള ഏത് വണ്ടി എടുത്താലും എല്ലാം 19.99 lakhs 20 lakhs അടുത്തായിട്ടൊക്കെ തന്നെയാണ് മാക്സിമം പോകുന്നത്. സിയറ ആണെങ്കിൽ 21 lakhs അടുത്തേക്ക് പോകും. ഇനിയിപ്പോൾ നമ്മുടെ ഈ അടുത്ത് വന്ന ഡസ്റ്റർ 18.6 lakhs അടുത്താണ് അവസാനിക്കുന്നത്. അതിൻ്റെയാണ് ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ടോപ്പ് എൻഡ് പ്രൈസിങ്. അതും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ആ വണ്ടിയിലും കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ആകപ്പാടെ റിയർ സീറ്റ് മസാജിങ് ആണ്. അത് പിന്നെ ഓക്കെ, അവർ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ ബാക്കിയൊന്നും അങ്ങനെ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടില്ല. ബൈ ദ വേ ബേസ് മോഡൽ നമുക്ക് സൺറൂഫ് വരെ കിട്ടുന്നുണ്ട് കേട്ടോ, അദ്ദേഹം പറഞ്ഞില്ല. സിംഗിൾ പെയിൻ സൺറൂഫ് ആണ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും പാനോറമിക് സൺറൂഫ് വരും. പക്ഷെ എന്നാലും ബേസ് മോഡൽ സൺറൂഫ് ഉണ്ട് എന്ന് പറയുന്നത് അഗൈൻ ഒരു വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ആണല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നമ്മൾ 2021 കണ്ട കുഷാക്ക് 10.49 lakhs സ്റ്റാർട്ട് ചെയ്ത് ബെയർ ബോൺസ് ആയിട്ടുള്ള വേരിയൻ്റ് ആയിരുന്നു. അതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ ടച്ച് സ്ക്രീൻ ഉണ്ടായിരുന്നു 7 inches, അത് മാത്രമേ ഉള്ളൂ. അലോയ്സ് ഇല്ല, ഓട്ടോ AC ഇല്ല, ഓട്ടോ ഡിമിങ് എയർ വീംസ് ഇല്ല, ഞാൻ ഈ പറഞ്ഞ സൺറൂഫ് സാധനങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. പക്ഷേ വളരെ ആ ഒരു സെയിം പ്രൈസ്. പക്ഷേ ഇതിപ്പം നമുക്ക് 20,000 രൂപ മാത്രം എക്സ്ട്രാ കൊടുത്തിട്ട് ഇത്രയും എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ കിട്ടുന്നുണ്ട്. സോ അത് 5 വർഷത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു അപ്ഗ്രേഡ് ആയിട്ട് നമുക്ക് പറയാം. ഇനി എൻ്റെ ഒരു അഭിപ്രായം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ടോപ്പ് എൻഡ്സിലേക്ക് പോകുമ്പം തീർച്ചയായും വേറെ വണ്ടികൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബേസ് വേരിയൻ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ബാക്കി വണ്ടികൾ ഇപ്പോൾ സിയറ ആയിക്കോട്ടെ, നമ്മുടെ പുതിയ ഡസ്റ്റർ ആയിക്കോട്ടെ, ഡസ്റ്ററിൻ്റെയൊക്കെ ബേസ് മോഡൽ 10.5 lakhs കിട്ടും. പക്ഷേ അതിൻ്റെ അകത്തും കാര്യമായിട്ട് പറയത്തക്ക ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. കൈൻഡ് ഓഫ് ഒരു ബേസിക് ആയിട്ടുള്ള വേരിയൻ്റ് തന്നെയാണ് അതും. ഇത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ്. നമുക്ക് വേറെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു കോമ്പറ്റീഷൻ ഈ സെഗ്മെൻറ്റിൽ വേറെ വരുന്നില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര, ഹൈ റൈഡർ, പിന്നെ വിക്ടോർസ്, ഇതിൻ്റെയൊക്കെ ബേസ് മോഡലാണ്. അതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ ഏസും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള പോലെ സൺറൂഫും പിന്നെ ഓട്ടോ ഡിമിങ് എയർ വ്യൂംസും പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ, അലോയ് വീൽസ്, അതൊന്നും ബേസ് മോഡലായാലും കിട്ടുന്നില്ല. സോ തീർച്ചയായും വളരെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ പ്രൈസിങ്ങിനെ പറ്റി പറയാനുള്ളത്? ഒരു ബേസ് മോഡൽ മാത്രം അഗ്രസീവ് ആക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഒരു ഇത്തിരി കയറ്റി പ്രൈസ് ചെയ്ത് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നിയോ? അല്ലെങ്കിൽ സിഗ്നേച്ചറിനും ക്ലാസിക് പ്ലസിൻ്റെ ഇടയിൽ ഒരു മിഡിൽ ഗ്രൗണ്ട് പോലെ വേറെ എന്തെങ്കിലും ഒരു വേരിയൻ്റ് കൊണ്ടുവരണമായിരുന്നോ എന്നൊക്കെ തോന്നിയോ എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ്, ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് കൂടി തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.